എന്തായാലും അവിടെ ആ ക്യാമ്പസിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അവിടെ 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 റോഡിലൊക്കെ എന്തൊക്കെ എഴുതുന്നുണ്ട്, എന്താണെന്ന് കൃത്യമായി വ്യക്തമാവുന്നില്ല. മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ, ദിസ് ഇസ് കേരളം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ബാനർ അവിടെ ഉയർത്തിയിരുന്നു. ഒന്ന്. രണ്ട്, നേരത്തെ ഡൗൺ ചാൻസലർ എന്നുള്ള ഒരു ബാനർ ഉയർത്തിയിരുന്നു. നേരത്തെ സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്നുള്ള ബാനറാണ് ഗവർണറെ പ്രകോപിതനാക്കിയത്, ചാൻസലറെ പ്രകോപിതനാക്കിയത്. അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് നിന്ന് അത് അഴിപ്പിക്കുന്നുണ്ടായിരുന്നു. ക്യാമ്പസിൽ ഒരുപക്ഷെ സംഘർഷഭരിത രാത്രിയാണോ എന്നറിയില്ല. ഡോൺ സ്പിറ്റ് എന്തൊക്കെ എഴുതുന്നുണ്ട് SFI പ്രവർത്തകർ. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് ഈ ഡൗൺ SFI എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യമാണ്, അല്ലെ ഡൗൺ ചാൻസലർ എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. ദിസ് ഇസ് കേരള എന്നുള്ള മുന്നറിയിപ്പ് രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. പക്ഷേ ഇതാ റോഡിൽ എഴുതുന്നത് രാഷ്ട്രീയ മുദ്രാവാക്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? നേരം പുലരുന്നതിന് മുൻപ് നൂറുകണക്കിന് ബാനറുകൾ ക്യാമ്പസിൽ ഉയരും എന്നുള്ളതായിരുന്നു SFIയുടെ പ്രഖ്യാപനം. കൂടുതൽ ബാനറുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? ഹാഷ്മി, കൂടുതൽ SFI പ്രവർത്തകർ ഈ ക്യാമ്പസിൻ ഭാഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ SFI പ്രവർത്തകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തെ റോഡിൽ നിലവിൽ ഗവർണർക്കെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതുകയാണ്. ഡോൺ സ്പിറ്റ് ഹാൻഡ്സ് തുടങ്ങിയ വാക്കുകളാണ് നിലവിൽ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഡോൺ സ്പിറ്റ് ഹാൻഡ്സ് എന്താണ് മനസ്സിലായില്ല എനിക്ക്. എന്താണത്? ഇത്തരം ഒരു എഴുത്ത് ഇവിടെ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്.